ഇനി വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധിയിലേക്ക് പോവുകയാണ്. ശ്രീ എം ജോസഫ് ജോൺ, വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധി, താങ്കളുടെ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി എന്ന സംവിധാനം, ഇതൊക്കെ ഉള്ളതിൽ കൂടുതൽ വലിപ്പം നിങ്ങളുടെ പാർട്ടിക്കും നിങ്ങളുടെ സംവിധാനത്തിനെയും ബാക്കി രാഷ്ട്രീയ പാർട്ടികൾ കൽപ്പിച്ചു തരികയാണോ? ജമാഅത്തെ ഇസ്ലാമി എല്ലാം നിർണ്ണയിക്കുന്നു എന്ന രൂപത്തിലായി കഴിഞ്ഞിരിക്കുന്നു നിലമ്പൂരിലെ ചർച്ചകൾ. ഈ ഘട്ടത്തിൽ നിങ്ങളുടെ ഒരു തോന്നൽ എന്താണ്? നിങ്ങൾ അത്രയ്ക്ക് വലിയ പാർട്ടിയായോ? ഞങ്ങളുടെ പാർട്ടി എത്രയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം. ഇവിടുത്തെ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പ്, അതിൽ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ്? ഒന്നാമതായിട്ട്, എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്? കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF മുന്നണിയുടെ ഒരു സിറ്റിംഗ് MLA ചില പ്രധാനപ്പെട്ട ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് രാജിവെക്കുകയാണ്. ആ രാജിവെക്കുന്നതിൻ്റെ മുന്നോടിയായി അദ്ദേഹം ഭരണത്തിനെതിരായി, ഭരണകൂടത്തിൻ്റെ സാമ്പത്തിക, സാമൂഹിക, ആഭ്യന്തര നയങ്ങൾക്കെതിരായിട്ട് കേരളത്തിലെ പോലീസ് സംവിധാനത്തെ RSSന് പണയം വയ്ക്കുന്നതിനെ സംബന്ധിച്ച് കേരളം ഒരു വലിയ തകർച്ചയിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന മുന്നറിയിപ്പ് വെച്ചുകൊണ്ട് അദ്ദേഹം ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. ഈ ആരോപണങ്ങൾക്ക് ഒന്നും മറുപടി പറയാതെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ ഇടയായ സാഹചര്യത്തെ CPM പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഈ തങ്ങളുടെ തന്നെ മുന്നണിയിലെ ഒരു MLA രാജിവെക്കുമ്പോൾ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, അഥവാ ഈ തെരഞ്ഞെടുപ്പിന് കാരണമായ യഥാർത്ഥ ആരോപണങ്ങൾ, അതിനൊന്നിനു പോലും ഇന്ന് വരെ മറുപടി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ വെൽഫെയർ പാർട്ടി UDFനെ പിന്തുണയ്ക്കുന്നതാണല്ലോ വലിയ വിവാദമായിട്ട് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള സ്ക്രീനിൽ ഗോവിന്ദ മാഷ് വിശ്വാസികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ആരാണ് വിശ്വാസി അവിശ്വാസി എന്നൊക്കെ ആരാണ് തീരുമാനിക്കുന്നത്? പാർട്ടി സെക്രട്ടറി ആണോ കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസത്തെ അവിശ്വാസത്തെയൊക്കെ തീരുമാനിക്കുന്നത്? ഇപ്പോൾ ഇവിടെ വെൽഫെയർ പാർട്ടി UDFനെ പിന്തുണയ്ക്കുമ്പോൾ ഞങ്ങൾ LDFനെ പിന്തുണയ്ക്കുകയായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ഞങ്ങൾ എന്തിനാണ് LDFനെ പിന്തുണയ്ക്കേണ്ടത്? കേരളത്തിലെ സവർണ സംവരണം, സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയതിൻ്റെ പേരിലാണോ LDFനെ പിന്തുണയ്ക്കേണ്ടത്? അല്ലെങ്കിൽ കേരളത്തിലെ ആദിവാസികളുടെ അർഹതപ്പെട്ട ഭൂമി അവർക്ക് വിതരണം ചെയ്യാതിരിക്കുന്നതിൻ്റെ പേരിലാണോ ഞങ്ങൾ പിന്തുണയ്ക്കേണ്ടത്? കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിരപരാധികൾ കൊല്ലപ്പെടുമ്പോൾ അത് ഞങ്ങൾ മിണ്ടാതിരിക്കണോ? അപ്പോൾ ഇവിടുത്തെ പ്രശ്നം യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി പിന്തുണയല്ല. യഥാർത്ഥ പ്രശ്നം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ജനങ്ങൾക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ, ജനവിരുദ്ധമായ നിലപാടുകളിൽ അത് ഇന്ന് വരെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത കേരളത്തിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയുടെ വിജയം, ഈ വിജയത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആരോപണം ഉന്നയിച്ചത് വെൽഫെയർ പാർട്ടിയല്ല. ആ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിച്ച ഘടകകക്ഷിയുടെ CPIയുടെ നേതാവ് സുനിൽകുമാറാണ്. ആ ആരോപണത്തിന് ഇന്ന് വരെ കൃത്യമായൊരു മറുപടി പറയാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? ഈ സംഘപരിവാറിനെ, കേരളത്തിലെ പോലീസിനെയും ആഭ്യന്തര ഭരണത്തെയും അടിയറ വെച്ചതിനെ കുറിച്ച് കൃത്യമായൊരു മറുപടി പറയാൻ CPMന് കഴിഞ്ഞിട്ടുണ്ടോ? ശരി, ജോസഫ് ജോൺ, നിങ്ങൾ ജനകീയ വിഷയങ്ങൾ, ജനങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. പക്ഷേ ആത്യന്തികമായി നിങ്ങളുടെ ആദർശം എന്താണ്? മതരാഷ്ട്രവാദമാണല്ലോ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം എന്നത്. അത് ബലിയഴിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്നൊരു സംവിധാനമില്ല. അപ്പോൾ അതാണ് ആത്യന്തികമായി ഉള്ളത്. പക്ഷേ നിങ്ങൾ ഈ മറ്റു വിഷയങ്ങൾ, ജനകീയ വിഷയങ്ങളിലേക്ക് അത് ഏറ്റെടുത്തുകൊണ്ട് അതിലേക്ക് കടന്നു കയറി രാഷ്ട്രീയ പാർട്ടികളുമായി സഖ്യത്തിലാകുന്നത് നിങ്ങളുടെ ഒരു ദുരുദ്ദേശമാണ്. നിങ്ങൾക്കതിന് പിന്നിൽ ആത്യന്തികമായ മറ്റൊരു ലക്ഷ്യമുണ്ട് എന്നുള്ള കാര്യമാണ് CPM ആവർത്തിച്ച് പറയുന്നത്. എന്തൊരു തമാശയായി പറയുന്നേ! കടന്നു കയറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ രാജ്യത്ത് ജനാധിപത്യപരമായി ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങളല്ലാതെ പിന്നെ ആരുടെ പ്രശ്നങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്? ഇവിടുത്തെ അടിച്ചമർത്തപ്പെടുന്ന സാമൂഹ്യ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ വെൽഫെയർ പാർട്ടി ഏറ്റെടുക്കും. ഇവിടുത്തെ ആദിവാസികളുടെ പ്രശ്നങ്ങൾ വെൽഫെയർ പാർട്ടി ഏറ്റെടുക്കും. ഈ സമൂഹത്തിൽ എല്ലാ അർത്ഥത്തിലും നീതി നിഷേധിക്കപ്പെടുന്ന ജാതി വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ വെൽഫെയർ പാർട്ടി ഏറ്റെടുക്കും. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് വെൽഫെയർ പാർട്ടി രൂപീകരിച്ചത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ മുഖ്യ ശത്രു CPM അല്ല, ഞങ്ങളുടെ മുഖ്യ ശത്രു സംഘപരിവാറാണ്. ഞങ്ങൾ ദേശീയ തലത്തിൽ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് സംഘപരിവാറിനെതിരായിട്ടാണ്.
അപ്പോൾ സംഘപരിവാർ വിരുദ്ധമായ ഒരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന സമയത്ത് അത് ജനങ്ങളുടെ വിഷയത്തിലേക്ക് കടന്നു കയറുന്നൊക്കെ ആരോപണപരമായ രീതിയിൽ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊരു തെറ്റായ വിലയിരുത്തലാണ്, കാഴ്ചപ്പാടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു പാർട്ടിയുമായിട്ട് ഞങ്ങൾ അതെ നിങ്ങളുടെ വോട്ട് സ്വീകരിക്കുന്നവരും നിങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. അതൊന്നും തെറ്റായ രീതിയാണ്. വോട്ട് സ്വീകരിക്കുമ്പോൾ ഞങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതൊന്നുമല്ലല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം. ഞങ്ങൾ UDF ഘടകകക്ഷിയല്ലല്ലോ. ഞങ്ങൾ UDF ഈ ഘട്ടത്തിൽ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതിന് ഞങ്ങളുടേതായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്താണ് എന്ന് ഞങ്ങൾ കൃത്യമായിട്ട് പലകുറി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഞങ്ങളെ വിമർശിക്കുന്ന UDF പിന്തുണ കൊടുക്കുന്നു എന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്കെതിരായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന CPM പോലും അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങളുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. അതൊന്നും ഞാനിവിടെ ആവർത്തിക്കണ്ട. ഒരുപാട് ദിവസങ്ങളായിട്ട് കേരളത്തിലെ വലിയ നിങ്ങളുടെ പിന്തുണ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട സമസ്തയിൽ തന്നെ 2 പ്രതികരണം വരുന്നു. അത് നിങ്ങൾ ഉണ്ടാക്കിയ ഭിന്നിപ്പാണ്. ലീഗിന് കിട്ടുന്ന സമസ്ത അതിനെ 2 ആക്കുന്നു. ഇത് അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ മറികടക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം രാഷ്ട്രീയത്തിലേക്ക് ഇത്തരം ആരോപണങ്ങൾ കൊണ്ടുവന്ന് കുത്തി നിറയ്ക്കുകയാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ്? UDFൻ്റെയും LDFൻ്റെയും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു, അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ഞങ്ങൾ UDFൻ്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങൾ UDFൻ്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് UDF ഘടകകക്ഷികൾ, കോൺഗ്രസ്, മുസ്ലിം ലീഗ് ആ സ്ഥാനാർത്ഥി അവർ അംഗീകരിക്കുന്നു. ഇതിനൊക്കെ അപ്പുറത്തേക്ക് സാധാരണക്കാരായ ജനങ്ങൾ ഞങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന CPMൻ്റെ പ്രതിനിധി അവകാശപ്പെടുന്നത് പോലെയല്ല. അദ്ദേഹം ഉന്നയിക്കുന്ന ഈ പ്രശ്നങ്ങൾ ഒരൊറ്റാളും വിശ്വസിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി പോലും CPM എന്ന് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി പരിശോധിക്കാതെ വോട്ട് ചെയ്യാൻ പോകുന്നു വിചാരിക്കുന്നുണ്ടോ? പക്ഷേ താങ്കൾ ഒരു കാര്യം പറയണം. ഇപ്പോൾ നിങ്ങൾ തൃണമൂൽ കോൺഗ്രസിന് പിന്തുണ നൽകി പ്രതികരിക്കൊന്നും വേണ്ട. പക്ഷേ PV അൻവർ ഈ വിഷയമൊക്കെ താങ്കൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ തുടക്കത്തിൽ ഉന്നയിച്ചല്ലോ. PV അൻവറിന് നിലമ്പൂരിൽ ഒരു സഖാവിനെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് CPM ആവർത്തിച്ചു ചോദിക്കുന്നത്. ഇപ്പോൾ അരുൺകുമാർ ഇന്നും ചോദിച്ചു. PV അൻവർ ഞങ്ങളുടെ മുന്നിലുള്ള വിഷയമല്ല. PV അൻവർ ഇവിടെ ഉണ്ടായിരുന്നത് LDFൻ്റെ സ്വതന്ത്രനായ MLA ആയിട്ടാണ്. LDF പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം മത്സരിച്ചത്. 2 തവണയും മത്സരിച്ച് വിജയിച്ചത് LDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കാണ്. എന്ന് വെച്ചാൽ LDFൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന PV അൻവർ ഇവിടെ അതിന് പകരം സ്വരാജ് വന്നിരിക്കുന്നു. ഞങ്ങൾ നേരെ മറുപക്ഷത്താണ്. ഞങ്ങൾ UDFനാണ് പിന്തുണയ്ക്കുന്നത്. അപ്പോൾ LDFും UDFും തമ്മിലുള്ള മത്സരത്തിൽ PV അൻവറിൻ്റെ വിഷയത്തെ ഉയർത്തി കൊണ്ടുവരുന്നിട്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ഞങ്ങൾ UDFനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ അതേസമയം PV അൻവർ MLA ആയിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഉന്നയിച്ച ഈ ഭരണകൂടത്തിനെതിരായിട്ട്, കേരളത്തിലെ സർക്കാരിനെതിരായിട്ട്, കേരളത്തിലെ പോലീസിനെതിരായിട്ട്, കേരളത്തിലെ പോലീസിന്റെ സംഘവൽക്കരണത്തിനെതിരായിട്ട് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളൊക്കെയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളെ മറികടന്നുകൊണ്ട് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി എന്ന രീതിയിലേക്ക്, വർഗീയതയിലേക്ക് ഈ പ്രശ്നത്തെ വലിച്ചഴിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന CPM ആണ്. അപ്പോൾ CPMനോടായാലും കേരളത്തിലെ ജനങ്ങളോടായാലും ഞങ്ങൾക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. വെൽഫെയർ പാർട്ടി UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നത് UDFൻ്റെ ആവശ്യമല്ല, കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ്. വെൽഫെയർ പാർട്ടി ഇത്രയും കാലം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് വെൽഫെയർ പാർട്ടി ഇത്തവണ UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നത്. അതിലൊരു തർക്കവുമില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.